ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ എന്നടാ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഡീൽ ചെയ്യുന്നത്. സോ അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേരാണ് കമ്പനി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത് ആക്ച്വലി എന്തല്ല, എക്സാമിനുള്ള പോർഷൻ അല്ല. സോ എക്സാമിനുള്ള പോർഷൻ അല്ല എന്ന് വിചാരിച്ചത് പഠിക്കേണ്ടെന്നല്ല, പക്ഷെ നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ, കാരണം നമ്മൾ കമ്പനി അക്കൗണ്ട്സിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. സോ കമ്പനി എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. സോ അപ്പോൾ അതിന് മുമ്പായിട്ട് കമ്പനികളെ കുറിച്ച് നമുക്ക് അക്കൗണ്ട്സ്, ഇപ്പോൾ നമ്മൾ പല കമ്പനിയൊക്കെ പല പല ഡിഫറെൻറ്റ്, ഇപ്പോൾ NPOസിൻ്റെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് പറഞ്ഞു, എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളും. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ്, നമ്മളത് എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. സോ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ കമ്പനി എന്ന് പറയുന്നത് അപ്പോൾ സെപ്പറേറ്റ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ പാർട്ണർഷിപ്പ് പോലെ അല്ല എന്ത് കമ്പനി എന്ന് പറയുന്നത്. കമ്പനി പോലെ അല്ല സോൾ പ്രൊപ്പറേഷൻഷിപ്പ്. ഓരോന്നിനും ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റും ഡിഫറെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ NPOs എന്ന് പറയുന്നത് വേറെ, അല്ല നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അത് വേറെ. സോ ഇതിനൊക്കെ അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്പെഷ്യാലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ പ്രത്യേക തരം കാര്യങ്ങളുണ്ടാവും. സോ നോക്കടാ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് നമുക്കിടാ ഒരു ബിസിനസ് നടത്തുമ്പോൾ പല പല രൂപത്തിൽ ചെയ്യാം. സോ നോക്കടാ, ഫസ്റ്റ് ഒന്നാണ് നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നത്. ബിസിനസ് പല രൂപത്തിൽ ചെയ്യാം ബിസിനസ്. സോ ഫസ്റ്റ് വൺ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. എന്താ പറയുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഇപ്പോൾ എന്താ പറയുന്നത്, എന്താ, ഞാനൊരു കടയുടെ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു എന്തെങ്കിലും ബിസിനസ് സ്വന്തമായിട്ട് ഒരാൾ മാത്രം, വൺ പേഴ്സൺ, അങ്ങനെയാണെങ്കിലാണ് ഇന്ത്യ പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. ഇനി ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും പാടെ കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. അതാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തത്. പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ട്, അതിൻ്റെ ട്രീറ്റ്മെന്റ് സെപ്പറേറ്റ്. ഇനി ഞാൻ കമ്പനി കമ്പനി എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് പോലെ തന്നെ രണ്ടിലധികമോ ആൾക്കാർ കൂടിയിട്ട് നമുക്ക് കമ്പനി ഉണ്ടാക്കാം. ഓക്കെ, മിനിമം എത്ര ആൾ വേണം? 2 ആൾ. അതുപോലെ പാർട്ട്ണർഷിപ്പ് പോലെ തന്നെ ഏകദേശം ഉണ്ട് കമ്പനി. പക്ഷെ കമ്പനിക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ പ്രത്യേകതകൾ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ അക്കൗണ്ട് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് 1.5x ഒക്കെ ആയിട്ട് കേൾക്കാം, അല്ലെങ്കിൽ 2x സ്പീഡിൽ കേട്ടാലും കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യണം? ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ എക്സാമിലുള്ള പോർഷൻസ് മാത്രം നിങ്ങൾ നോക്കണം. സോ ഫസ്റ്റ് വൺ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് കമ്പനി ആസ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. പറഞ്ഞാൽ കമ്പനി ഇപ്പം നിങ്ങൾ കാണുന്ന വലിയ വലിയ കമ്പനി, ഇപ്പം ടെസ്ല, ഐഫോൺ, അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ പ്രൊഡക്റ്റ് കാണുന്നു, നൈക്കി, എന്തെല്ലാം കാണുന്നത്, ഇതൊക്കെ കമ്പനികളാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, റിലയൻസ് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. റിലയൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും മുകേഷ് അംബാനിയുടെ, പക്ഷേ ഇതിന്റെ ഫുൾ ഓണർഷിപ്പ് ഇറ്റ് ഈസ് നോട്ട് 100% ഓണർഷിപ്പ് ഇത് മുകേഷ് അംബാനിയുടേതല്ല. ഇത് എന്ന് പറയുന്നത് ഇതിന്റെ ഓണർഷിപ്പ് അടക്കുന്നത് ഷെയർസ് ആയിട്ടാണ്. എന്തായിട്ട് അടക്കുന്നത്? ഷെയർസ്. എന്താ ഷെയർസ് എന്നൊക്കെ പറയാം. ഈ ഷെയർസ് കുറെ മുകേഷ് അംബാനി അവരെത്ര 51% അംബാനി ഗ്രൂപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന 49% അല്ലേ, അത് പല പല ഇന്ത്യയിൽ കുറെ ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കുറെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ശരിക്കും അപ്പൊ 100% എന്ന് പറയുന്നത് അപ്പൊ പല പല ആൾക്കാർക്കൊക്കെയാണ് കടക്കുന്നത്. മനസ്സിലായോ? ഇത് ഷെയർസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ജസ്റ്റ് പറഞ്ഞു പോകാം. ഇപ്പൊ കമ്പനി എന്താണ് നമ്മൾ പറയുന്നത്? ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി. കമ്പനിക്ക് കുറെ പ്രത്യേകത ഉണ്ട്. കമ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയാ, കമ്പനിയിലാണ് ശരിക്കും നമ്മൾ ഭയങ്കര ബിസിനസ് ഒക്കെ നടക്കുന്നത്. ഏത് കമ്പനികളാണ്? ഇപ്പൊ ടെസ്ല, പിന്നെ ഇപ്പൊ പറഞ്ഞ ഐഫോണ്, റിയൽമി, റെഡ്മി, സാംസങ്, ഇതൊക്കെ കമ്പനികളാണ്. കമ്പനികൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് ഈ കമ്പനികൾ, ഏത് കമ്പനി എടുത്താലും അതൊക്കെ ബിഗ് ബിഗ് ജയൻസ് ആയിരിക്കും. നിങ്ങൾ കേട്ട എല്ലാ കമ്പനിയും. ഓക്കെ, ഡിസ്ക്രൈബ് ദ വേരിയസ് ടൈപ്പ് ഓഫ് കമ്പനീസ്. ഏതെല്ലാം ടൈപ്പ് കമ്പനീസ്? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി. നിങ്ങൾ ശരിക്കും ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ അറിയില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് മനസ്സിലായെന്നുള്ളൂ. കുറച്ചൊരു ഐഡിയ അതിനെ പറ്റി ഒന്നുകൂടെ വ്യക്തമായിട്ട് കിട്ടാൻ ഏത് ചാപ്റ്റർ ഹെൽപ്പ് ചെയ്യും? ഈ ചാപ്റ്റർ. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്പ് ഓഫ് ഷെയർസ്. പല പല ഷെയർസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ പറയാ, ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഇതിലൊക്കെ ഏതില് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട്സിലൊക്കെ അതുപോലെ തന്നെ ഷെയർസ് വാങ്ങിയിട്ട് വിറ്റിട്ടും ഒരുപാട് പൈസ ഉണ്ടാകുന്നത് ഒരുപാട് ആൾക്കാരെ, കുറെ ആൾക്കാരെ പൈസയൊക്കെ പോകാറുണ്ട്. ഓക്കെ, എനിവേ,
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഇക്വിറ്റി ഷെയർസ് ആൻഡ് ദ പ്രിഫറൻസ് ഷെയർസ്. എന്താണ് ഇക്വിറ്റി ഷെയർസ്, അതുപോലെ തന്നെ എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്നുള്ളത്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. കമ്പനി മീനിങ് ആൻഡ് കാറ്റഗറി. ഫസ്റ്റ് കമ്പനി മീനിങ്. ആസ് പെർ കമ്പനീസ് ആക്ട് 1956. ആക്ട് എന്താണെന്ന് അറിയില്ലേ, ഒരു നിയമം, നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമത്തിന് പറയുന്നത് ആക്ട് എന്നൊക്കെ പറയും. അപ്പോൾ കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ 2000, ഇത് പഴയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ടാണ്. സോ കമ്പനീസ് ആക്ട് പുതിയത് വന്നിട്ടുണ്ട്, മേ ബി അതായിരിക്കും. കമ്പനി ആക്ട്, എ കമ്പനി ഈസ് ഫോംഡ് ഓർ രജിസ്റ്റേർഡ് അണ്ടർ ദിസ് കമ്പനീസ് ആക്ട്, രജിസ്റ്റേർഡ് കമ്പനി അണ്ടർ എനി ആക്ട്. നമ്മുടെ കമ്പനീസ് ആക്ട്, അതായത് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ, ഈ കമ്പനീസ് ആക്ട് പ്രകാരം, കമ്പനീസ് ആക്ടിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലോയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഒരു കമ്പനി ആയിട്ട്, അപ്പോൾ ഈ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ്സിനെയാണ് നമ്മൾ കമ്പനീസ് എന്താ പറയുന്നത്, കമ്പനീസ് ആക്ട് പ്രകാരം, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പറയുന്ന വേറെ ഏതെങ്കിലും ആക്ട് ഉണ്ടെങ്കിൽ അത് പ്രകാരം അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് നമ്മൾ ഒരു ബിസിനസ്സിനെ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനീനെ എന്താ പറയുന്നത്, കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാകുന്നത് കമ്പനീസ് പറയും. ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ വിചാരിച്ചു, വലിയ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കമ്പനി. അതൊന്നല്ല, കമ്പനി എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. എന്തിനാ പാർട്ട്ണർഷിപ്പായിട്ട് നടത്തുന്നത്, ഇതിൻ്റെ കമ്പനി ആയിട്ട് നടത്തണം എന്നുള്ളത് വലിയ ചർച്ചകളാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി ഇവിടെ നമ്മൾ പറയുന്നില്ല, അൺവാണ്ടഡ് ടോപ്പിക്കാണ്. മറ്റുള്ളവരൊക്കെ പേഴ്സണലി കോണ്ടാക്ട്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. കമ്പനി എങ്ങനെയാണ്, എന്തിനാണ് ഈ കമ്പനി ഉണ്ടാക്കുന്നത്, എന്തായാലും കമ്പനി ഉണ്ടാക്കില്ല. സോ കമ്പനി കുറച്ച് പ്രത്യേകത. കമ്പനി ഈസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഓക്കെ, ക്രിയേറ്റഡ് ബൈ ലോ. ഈ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. സോ എം.എ. യൂസഫ് അലി, എല്ലാവരും പറയുന്നത് എം.എ. യൂസഫ് അലിയുടേതാണ് ലുലു. പക്ഷേ ലുലു എന്ന് പറയുന്നത് എം.എ. യൂസഫ് അലി അല്ല, എം.എ. യൂസഫ് അലി പറയുന്നത് ലുലു അല്ല. ലുലു എന്ന് പറയുന്നത് ഇറ്റ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. പക്ഷേ ലുലു എന്ന് പറയുന്നത് കമ്പനി അല്ല കേട്ടോ. വേറൊരു എക്സാമ്പിൾ പറയാം, ടാറ്റ. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, റിലയൻസ് എടുക്കും. റിലയൻസ് നമ്മൾ വിചാരം റിലയൻസ് ആരുടേതെന്നാ, മുകേഷ് അംബാനിയുടേതാണ്. ഒരിക്കലും റിലയൻസ് മുകേഷ് അംബാനിയുടെ മാത്രമല്ല, മുകേഷ് അംബാനിക്ക് അതിന് ഷെയർ ഉണ്ട്, മുകേഷ് അംബാനിയുടേത് മാത്രം. അപ്പോൾ ഈ റിലയൻസ് എന്ന് പറയുന്നത് മുകേഷ് അംബാനി, ഇതാണ് മുകേഷ് അംബാനി. ഈ ഇപ്പോൾ സപ്പോസ് മുകേഷ് അംബാനിക്ക് നമ്മളിപ്പോൾ ഒരു പ്രശ്നം വന്നു, റിലയൻസിൽ ഒരു പ്രശ്നം വന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ മുകേഷ് അംബാനിക്കെതിരെയാണ് നമ്മൾ കേസ് കൊടുക്കുക? അല്ല, റിലയൻസിനെതിരെ കൊടുക്കുക. കാരണം ഈ റിലയൻസിനെതിരെ കേസ് കൊടുത്തോണ്ട് മുകേഷ് അംബാനിക്കെതിരെ ഉള്ള കേസാവില്ല. മനസ്സിലായി? കാരണം എന്ന് വെച്ചാൽ റിലയൻസ് എന്ന് പറയുന്നത് ഒരു പേഴ്സണെ പോലെ തന്നെയാണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ട്, റിലയൻസ് പറഞ്ഞ ഒരാളുണ്ട്, 2021 ജനിച്ചൊരു, അങ്ങനെ ഒരു മനുഷ്യനൊന്നും ഇല്ല. റിലയൻസ് പറയുന്നത് എന്താ, അപ്പോൾ ഒരു എൻറ്റിറ്റിയാണ്. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, എൻറ്റിറ്റി മീൻസ് പറഞ്ഞാൽ ഒരാളെ പോലെ, ഒരു മനുഷ്യനെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതാണെങ്കിൽ നമ്മളൊരു കമ്പനി ആണെങ്കിൽ കമ്പനിക്ക് പാൻ കാർഡ് സാധാരണ മനുഷ്യന്മാർക്കെല്ലാം ഉണ്ടാകും. പക്ഷെ കമ്പനികൾക്കും പാൻ കാർഡ്, കമ്പനിക്ക് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് തുറക്കാം. ബാങ്ക് അക്കൗണ്ട് സാധാരണ ആൾക്കാർക്കുള്ള തുറക്കും, കമ്പനിയുടെ പേരിൽ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കുറെ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഇനിയാണ് ഇൻകോർപ്പറേറ്റഡ് റൂൾ. എ കമ്പനി മസ്റ്റ് ബി രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ നിർബന്ധമാണ്. ഓക്കെ, although capital contributed members called shareholders, the proposal versus the capital belongs to company or the shareholders. നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്, ശരിക്കും കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് കമ്പനി വേറെ, ഈ മുകേഷ് അംബാനി പറയുന്നത്, മുകേഷ് അംബാനി വേറെയാണ് സാധനം. റിലയൻസ് എന്ന് പറയുന്നത്, റിലയൻസിന് കൂടുതൽ ഷെയർ ഉള്ളതുകൊണ്ട് അത് മുകേഷ് അംബാനിയുടേതായിട്ട് ഇങ്ങനെ എന്താ പറയുക ആളുകളിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ ഡിവിസിബിലിറ്റി ഷെയർസ്. ക്യാപിറ്റൽ എന്താണ്, ഷെയർസ് ആയിരുന്നു. പിന്നെ എന്താണ് ഈ ഷെയർസ് എന്ന് പറയുന്നത്, ഈ പബ്ലിക് കമ്പനീസ് ഒക്കെ. സപ്പോസ് എടാ ഞാനൊരു ബിസിനസ് തുടങ്ങി. ഞാനൊരു ബിസിനസ് തുടങ്ങി, എനിക്ക് ആ ബിസിനസ് സപ്പോസ് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി വിചാരിച്ചു. ഞാനത് എൻ്റെ നാട്ടിൽ തുടങ്ങി, അതിൽ ഒരു 10 ലക്ഷം വെച്ച് തുടങ്ങി. ഞാൻ ആ ബിസിനസ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ട്, അതിൽ എനിക്കൊരാഗ്രഹം, ബിസിനസ് നല്ല സക്സസ് ആയിട്ട് പോകുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് വലുതാക്കി. അതിൽ ഞാൻ എന്ത് ചെയ്തു പറയാം, 2-3 ആൾക്കാരെ എൻ്റെ ഫ്രണ്ട്സിനോട് കൂട്ടിയിട്ട് 50 ലക്ഷം ആക്കി ക്യാപിറ്റൽ. എന്നിട്ട് ഞാൻ വീണ്ടും റൺ ചെയ്തു, വീണ്ടും നല്ല പോകും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വലുതാക്കി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് വേറെ കുറേ ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ വിശ്വാസം വേണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് കമ്പനി ആക്കിയിട്ട് വേണം.
കമ്പനി കമ്പനി ആക്കിയാണ് ഇതിപ്പോൾ സപ്പോസ് പബ്ലിക് കമ്പനിയാണെന്ന് വിചാരിക്കും. പബ്ലിക് കമ്പനി ആണെങ്കിൽ ലോകത്തുള്ള ആർക്കും ആണെങ്കിലും ഇത് ഇൻവെസ്റ്റ് ചെയ്യാം, ലോകത്തുള്ള ആർക്കും. അപ്പൊ നോക്കണം, ഓരോരുത്തർക്കും ഇങ്ങനെ ഇത്ര ഇതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ഇയാൾക്ക് ഇത്ര പാർട്ട്, ഈ കമ്പനിയുടെ ഇത്ര പ്രോഫിറ്റ് ഇയാൾക്ക്. അപ്പൊ അതിന് എന്ത് ചെയ്തു അറിയോ, ഇതിന്റെ ക്യാപിറ്റൽ എടുത്തു. ഇപ്പൊ സപ്പോസ് ഇത് 50 ലക്ഷത്തിൽ നിന്ന് കമ്പനി ആയപ്പോൾ ഞാൻ ഇതൊരു 200 ലക്ഷം ആക്കി വിചാരിച്ചു, അത് 2 കോടി. ഈ 200 ലക്ഷത്തിന് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു ഷെയർസ് ആക്കി. ഷെയർസ് എന്ന് പറയുന്നത്, ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സപ്പോസ് ഞാൻ 100 രൂപയുടെ 2 ലക്ഷം ഷെയർസ് ഒക്കെയാണ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി നോക്കുക, ഇനി എന്താ പ്രത്യേകത. അപ്പൊ ഈ 200 ലക്ഷമാണ് ആകെ ക്യാപിറ്റൽ, അതായത് ഇതിന്റെ ഓണർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ 200 ലക്ഷം വേണം. അതിന് ഞാൻ എന്ത് ചെയ്തു, 100 രൂപ ഉള്ള 2 ലക്ഷം ഷെയർസ് ആയിട്ട് ചെയ്തു. അപ്പൊ എന്താ പ്രശ്നം, അപ്പൊ നോക്കുക, ആർക്കും വേണമെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ ഇതിൽ 1 ഷെയർ മേടിക്കാം, ഇതിലാണ് വേണമെങ്കിൽ 2 ഷെയർ മേടിക്കാം, 50 ഷെയർ മേടിക്കാം, 100 ഷെയർ മേടിക്കാം, വേണമെങ്കിൽ ഇതിന്റെ 1 ലക്ഷം ഷെയർ മേടിക്കാം. അങ്ങനെ വെച്ചാൽ കമ്പനിയുടെ ഏകദേശം പകുതി നമ്മൾ വാങ്ങുന്നത് പറയാം. അപ്പൊ ഉണ്ടോ, അത് ഷെയർ എന്ന് വെച്ചാൽ നമുക്കിത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്, സിമ്പിൾ ആയിട്ട് പറയുകയാണെ, നമുക്കിത് എന്താ പറയാ, ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓണർഷിപ്പ് കൈമാറാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഷെയർസ് ഒക്കെ ഇൻട്രോഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇതുണ്ടോ, അതിന്റെ പ്രൈസ് വാല്യൂ ആണ് 1 രൂപയാവാം, 2 രൂപയാവാം, 3 രൂപയാവാം, അങ്ങനെ പല പല പ്രൈസ് ആവാം. ഓക്കെ, പക്ഷെ നമ്മുടെ ഈ ആക്ച്വൽ ഷെയർ ക്യാപിറ്റൽ ഇതിന്റെ ഫേസ് വാല്യൂ ആയിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. നമുക്ക് പിന്നീട് എടുക്കും. പിന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, ഞാൻ പറഞ്ഞില്ല, ട്രാൻസ്ഫർ ചെയ്യാണ്, ഒരാളിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ എന്റെ ഷെയർസ് വേറെ ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. എന്നൊക്കെ വളരെ സിമ്പിളാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ. പിന്നെ പെർപെച്വൽ എക്സിസ്റ്റൻസ്, എ കമ്പനി ആസ് ഇൻഡിപെൻഡന്റ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞില്ലേ. അപ്പൊ ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഷെയർസ് ഉണ്ടാവും. അതായത് ഒരു കമ്പനിയുടെ ഓണർ എന്ന് പറയുന്നത് 1000, 10,000 കണക്കിന്. അപ്പൊ എങ്ങനെയാണ് അവരുടെ പേരിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പേരിൽ എങ്ങനെ നമ്മൾ കുറ്റം ആരോപിക്കുക, അവർ ഫ്രോഡ് എന്തെങ്കിലും തട്ടിപ്പ് എന്തെങ്കിലും നടത്തി അവരുടെ പേരിൽ കുറ്റം ആരോപിക്കുക. കമ്പനി എന്ന് പറയുന്നത് എന്താ, സെപ്പറേറ്റ് പെർപെച്വൽ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കുക, കമ്പനിക്ക് തിരിച്ച് ബാക്കിയുള്ളവരും കേസ് കൊടുക്കുക. അതായത് ഒരു 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 ആർട്ടിഫിഷ്യൽ പേഴ്സൺ, നേരത്തെ ഒരു പോയിന്റിലൂടെ ഈ ഒരു പോയിന്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കും, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി. ലിമിറ്റഡ് ലയബിലിറ്റി, എന്താ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ പറഞ്ഞില്ല, ഓരോരുത്തരും ഷെയർസ് മേടിക്കും. സോ സപ്പോസ് ഞാനൊരു 100 രൂപയുടെ ഷെയർ മേടിച്ചു എന്ന് വിചാരിക്കും, നേരത്തെ പറഞ്ഞ കമ്പനിയുടെ. കമ്പനി നഷ്ടം. ശരിക്കും നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ഒരു ബിസിനസ് നടന്നാൽ ആ ബിസിനസ് പൊളിഞ്ഞ നമ്മളെ പെര വിറ്റിട്ടാണെങ്കിൽ നമ്മളതിന്റെ കടം തീർക്കുന്നത്. പക്ഷെ കമ്പനിയുടെ ഞാൻ 100 രൂപയുടെ ഷെയർ മേടിച്ചു, സപ്പോസ് കമ്പനിയുടെ പൊട്ടി നശിച്ചുപോയി എന്ന് വിചാരിച്ചു, കമ്പനി ഫുൾ ലോസിലായിട്ട് എന്നിട്ടും കമ്പനിയുടെ കടം തീർന്നിട്ടില്ല. ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു കമ്പനി ഉണ്ട്, 10 ലക്ഷമാണ് കമ്പനിയുടെ ക്യാപിറ്റൽ. കമ്പനി നടത്തി ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. ഓക്കെ, ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു, സപ്പോസ് ഒരു 20 ലക്ഷം എടുത്തു എന്ന് വിചാരിച്ചു. 20 ലക്ഷം എടുത്തു, കമ്പനിയുടെ വാല്യൂ ഇപ്പം എത്ര ഉള്ളൂ, 10 ലക്ഷം. അതായത് കമ്പനിയുടെ എല്ലാം തൂക്കിയിട്ടാൽ ഇപ്പോൾ 10 ലക്ഷം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. ഇതിട്ട് കമ്പനി വീണ്ടും ലോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു, കമ്പനിക്കാർ ഇത് അടച്ചു കൂട്ടാൻ തീരുമാനിച്ചു. കമ്പനി ഇനി കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും ലോസ് ആവാന്നല്ലാതെ ഇത് കാര്യമില്ല. അപ്പൊ കമ്പനി അടച്ചു കൂട്ടാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മുടെ ഈ 10 ലക്ഷമാണ്, എന്നിട്ട് എല്ലാ സാധനങ്ങളും അസെറ്റ്സുകൾ ഉണ്ടാവില്ല, പല പല അസെറ്റ്സുകൾ, അവിടുത്തെ മിഷനറി, അത് ചിലപ്പോൾ കമ്പനിയുടെ പേരിൽ വണ്ടി ഉണ്ടാവും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. അതെല്ലാം കൂടെ തൂക്കിയാണ് വെച്ചു. അപ്പൊ 10 ലക്ഷം കിട്ടും. പക്ഷെ ബാങ്കിന് എത്ര കടം കൊടുക്കാനുണ്ട്, ബാങ്കിലേക്ക് ലോൺ എത്ര ഉണ്ട്, 20 ലക്ഷം. അപ്പൊ ഈ 10 ലക്ഷം ഫുള്ള് ബാങ്കിന് കൊടുക്കാം, ബാങ്കിന് കിട്ടും. പക്ഷെ ബാക്കി 10 ലക്ഷം ശരിക്കും ബാങ്കിന് കൊടുക്കല്ലേ, ഇത് ബാങ്കിന് കിട്ടില്ല. മനസ്സിലായോ, ഇത് ആര് കൊടുക്കും വേണ്ട. ഇപ്പൊ ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ ഇതിന്റെ ഓണേഴ്സ്. ഈ ഷെയർ ഹോൾഡേഴ്സ് ഈ 10 ലക്ഷം കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലേ, നിങ്ങൾ ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരുന്നു ചോദിക്കും. അതാണ് ദ ലയബിലിറ്റി. ലയബിലിറ്റി പറഞ്ഞാൽ നമ്മുടെ ബാധ്യത. നമ്മുടെ അടുത്ത് ഒരു 100 രൂപയുടെ ഷെയർ ഉണ്ട് വിചാരിക്കും, കമ്പനി നശിച്ചു പോയാലും വാക്സിൻ എത്രേ പോകുള്ളൂ, ആ 100 രൂപ ഫുള്ളായിട്ടും പോകും. പിന്നെ നമ്മൾ എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അതിനെ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയും. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ റെപ്രസെന്റേറ്റീവ്, ദ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇല്ല ആൻഡ് യൂസ് കാര്യം കാനോട്ട് ബി മാനേജ്. അപ്പൊ നോക്കടാ, പിന്നെ ശരിക്കും കമ്പനിയിൽ 3 ആൾക്കാരുണ്ടാവും റെപ്രസെന്റേറ്റീവ്. അതായത് കമ്പനി എന്ന് പറയുന്നത് 3 ഒന്ന് കമ്പനി എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് എല്ലാം കമ്പനി. ഇനി ഇതിന്റെ ഓണേഴ്സ് ആരാ, ഷെയർ ഹോൾഡേഴ്സ്. ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഓണേഴ്സ്
ഷെയർ ഹോൾഡേഴ്സ്. പക്ഷേ ഈ ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനി നടത്തുന്നത്. അതാണ് നോക്കണം, വിറ്റ് കേൾക്കണം. ഇത് കമ്പനി നടത്തുന്നത് മാനേജേഴ്സ്. മാനേജേഴ്സ് കമ്പനി നടത്തും. ഷെയർ ഹോൾഡേഴ്സ് ആണ് ഈ കമ്പനിയുടെ ഓണേഴ്സ്. കമ്പനി എന്ന് പറഞ്ഞാൽ വേറെ ഇതിലെ വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നില്ല. ഇനി കോമൺ സീൽ. കോമൺ സീൽ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ സിഗ്നേച്ചർ ഓഫ് ദി കമ്പനി. അതൊക്കെ നമ്മൾ സാധാരണ സൈൻ ചെയ്യില്ലേ, അതേപോലെ കമ്പനിക്ക് സൈൻ ചെയ്യാൻ പറ്റും. കമ്പനി സൈൻ ചെയ്യുന്നതിന് എന്ന് പറയുന്നത് കോമൺ സീൽ. കോമൺ സീൽ കാരണം ഒന്നുമില്ല, ഒരു സീൽ അടിക്കുക. പല പല സീലുകളില്ല. നേച്ചർ ഓഫ് കമ്പനി. നേച്ചർ ഓഫ് കമ്പനി എന്താ? In the beginning, the size of a business firm is very small. Some proportion was therefore unusual organization. Later on, partnership became popular. The size of firm increased and organization and partnership could not grow in the business. So, എന്തിനാണ് ഈ കമ്പനി ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ തന്നെ ഒരു പറയുന്നുണ്ട്, നമ്മളൊരു സോൾ പ്രോപ്പർഷിപ്പ് ആണെങ്കിൽ നമുക്കതിനെ ഫണ്ട് ചെയ്യാനും നമുക്കതിനെ കൊണ്ടുപോകാനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കത് വലുതാക്കി വളർത്താൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ ഐഫോണൊക്കെ കണ്ടോടാ, എവിടെയുള്ള USA ഒരു കമ്പനിയാണ് എന്ത് നമ്മുടെ രാജ്യത്ത് ഇത്രയും ഐഫോൺ വിൽക്കുന്നത്. സോ എന്തുകൊണ്ട് അവർക്ക് വിൽക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അവര് ഒരു കമ്പനി ആയതുകൊണ്ടാണ്. മനസ്സിലായോ? കമ്പനി അല്ലാന്ന് അതൊരു സോൾ പ്രൊപ്പറേഷൻഷിപ്പോ പാർട്ണർഷിപ്പാണ് നെവർ പോസിബിൾ, നെവർ. അതാണ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം കുറെ കാര്യങ്ങളും മനസ്സിലാക്കണം. കാരണം അങ്ങ് അത്രയും വലിയൊരു ഗ്രോത്ത് ആണെങ്കിൽ ആളുകൾക്ക് അതിലേക്ക് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിയാണ്. കമ്പനി ആകുമ്പോൾ എന്താ പറയുക, അതിനെ പ്രോപ്പറായിട്ട് കൊണ്ടുനടക്കൽ നിർബന്ധമാണ്. ഗവൺമെന്റ് അതിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. മനസ്സിലായോ? വെറുതെ ഒന്നും ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യില്ല. കമ്പനി രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ചെലവാണ്. അതിനെ കൊണ്ടുനടക്കുക എന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യം. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതാണ് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രത്യേകത. അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ബിസിനസ് എന്തിനാണ് നമ്മൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്? കമ്പനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കമ്പനി ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് വളർത്താനും വലുതാക്കാനും ഒരുപാട് ഹെൽപ്പ്. A company is a voluntary association of person formed common purpose. എന്താ, കുറെ ആൾക്കാർ വോളണ്ടറി സ്വമേധയാ വന്ന് ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു പ്രത്യേക പർപ്പസ്, ബിസിനസ് പ്രോഫിറ്റ് തന്നെ അവരുടെ മെയിൻ ലക്ഷ്യം, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇനി കമ്പനി തന്നെ പല പല കമ്പനീസ്. ഒന്നാണ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. പലതിൻ്റെയും പല ബേസിസ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇത് പെട്ടെന്ന് പറയാം. ഫസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ. ഇതിങ്ങനെ ഫോം ചെയ്തിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്പനീനെ പല രൂപത്തിലാക്കാം. ഫസ്റ്റ് ഒന്നാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഈ കമ്പനി ഫോംഡ് ബൈ സ്പെഷ്യൽ ആക്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ഫോർ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താ, ഒരു കമ്പനിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇതൊക്കെ എന്താണ്, ഡൽഹി സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണെന്ന് വെച്ചാൽ അതൊക്കെ കമ്പനിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ എന്താണ് ആക്ച്വലി ഒരു കമ്പനി ആയിട്ടാണ് ഇവിടെ രജിസ്റ്റർ. പക്ഷെ അത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. അതൊക്കെ ഗവൺമെന്റ് കമ്പനീസാണ് വേറെ. അപ്പൊ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി അത് നമ്മൾ നിയമപ്രകാരം നമ്മൾ ഇന്ത്യയിലെ ഒരു നിയമം കൊണ്ടുവന്ന് ആ ഒരു ആക്ടിലൂടെ, റിസർവ് ബാങ്ക് ആക്ട്, ആ ആക്ടിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതൊരു കമ്പനിയാണ്. മനസ്സിലാവുന്നുണ്ട്? ഈ രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ, ഈ കമ്പനി ഫോംഡ്, ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ എന്തായിരിക്കും, ഗവൺമെന്റ് കമ്പനീസ് കേട്ടോ. ഫോംഡ് രജിസ്റ്റേർഡ് കമ്പനീസ് ആക്ട് 1956. പഴയ ആക്ട് ആണ്, പുതിയ ആക്ട് വന്നിട്ടുണ്ട് 2030. ഓക്കെ, ഇതിനാണ് പറയുക. അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനാണ്. ഫോർ എക്സാമ്പിൾ റിലയൻസ്, അതുപോലെ തന്നെ ഇന്ന് കാണുന്ന ആമസോൺ ഇന്ത്യ, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഇന്ത്യയിൽ കാണുന്ന എല്ലാ കമ്പനീസും മറ്റേ ഈ രജിസ്റ്റേർഡ് കമ്പനി, അല്ലാതൊന്നും അതിലില്ല. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ഓക്കെ, രണ്ട് ഉണ്ട്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ ഉണ്ട്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്, അൺലിമിറ്റഡ് കമ്പനി ഉണ്ട്. ഓക്കെ, മൂന്നെണ്ണം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. സോ ഇപ്പോൾ നോക്കണം, നമ്മൾ കമ്പനി ഷെയർസ് ആയിട്ട് 100 രൂപക്കാണ് ഇപ്പോൾ സപ്പോസ് കമ്പനി തുടങ്ങിയെന്ന് വിചാരിക്കും. കമ്പനി അവസാനം ലോസിലായിട്ട് കമ്പനി അടച്ചു പൂട്ടുകയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന പൈസ എന്ന് പറയുന്നത് ഈ 100 രൂപ മാത്രമായിരിക്കും. മനസ്സിലായി? 200 രൂപയുടെ കമ്പനിക്ക് ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 100 രൂപ കൊടുത്താൽ മതി. അവിടെ വെച്ചാൽ ലയബിലിറ്റി, നമ്മുടെ ബാധ്യത തീരും. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നാണെങ്കിൽ, നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഇത്ര രൂപ
ഫ്യൂച്ചറിൽ കൊണ്ടുവരാമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആൾറെഡി അഗ്രിമെന്റ് 100 രൂപ ഭാവിയിൽ കമ്പനിയുടെ ലിക്വിഡേഷൻ സമയത്ത്, അതായത് കമ്പനി പൂട്ടുമ്പോൾ എത്ര രൂപ കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. സപ്പോസ് അത് 100 രൂപയാണെന്നുണ്ടെങ്കിൽ ഈ 100 രൂപ മാത്രമേ നമ്മൾ ലാഭിക്കൂ. കമ്പനിക്ക് 300 നഷ്ടം വന്നാലും എത്ര കൊടുത്താൽ മതി? 100 രൂപ കൊടുത്താൽ മതി. ദ ലയബിലിറ്റി ഓഫ് ഈച്ച് നമ്പർ ലിമിറ്റഡ് ബൈ എക്സ്റ്റെൻഡ് ഗ്യാരണ്ടി അണ്ടർടേക്കൺ. അതായത് ഏകദേശം കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, അത് എക്സാമിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ജസ്റ്റ് പറഞ്ഞു പോകും. അപ്പൊ അതിനെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയും. ഇനി അൺലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ എന്താണ്? കമ്പനിക്ക് സപ്പോസ് നമ്മളുടെ ഷെയർസ് 100 രൂപയാണെന്ന് വിചാരിക്കും. പക്ഷെ കമ്പനിക്ക് 300 രൂപ നഷ്ടം വന്നാൽ ഈ 100 രൂപ ഫുള്ള് പോവുകയും ചെയ്യും. നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തത് വീട് ഇട്ടിട്ടാണെങ്കിൽ പറമ്പിട്ടിട്ടാണെങ്കിലും ഈ 200 രൂപയുടെ സെറ്റ് ഓഫ് ചെയ്ത് കൊടുക്കും. അതാണ് കമ്പനി അൺലിമിറ്റഡ്, ഒരു ലിമിറ്റ് ഇല്ല നമ്മുടെ ലാബ്. ഇതേപോലെയാണ് എന്ത് പാർട്ണർഷിപ്പും ബാക്കിയുള്ള എല്ലാ കാര്യം. ശരി, അതിൽ വേറെ ഒന്നുകൂടി കമ്പനി അണ്ടർ സെക്ഷൻ 25 അതിൽ നോക്കട്ടെ. ക്രിയേറ്റ് അണ്ടർ പ്രൊമോട്ട് കൾച്ചർ, സോഷ്യലൈസ്, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓണർഷിപ്പിന്റെ ബേസിസിൽ നമ്മൾ പലതരം കമ്പനീസായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ, പ്രൈവറ്റ് കമ്പനി. ഓണർഷിപ്പിന്റെ ബേസിസിൽ പ്രൈവറ്റ് കമ്പനി പറഞ്ഞാൽ is one which its articles of association എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡോക്യുമെന്റ്. അതിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനി. റെസ്ട്രിക്ട് റൈറ്റ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ്. ഇതിൽ നമുക്ക് പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ റൈറ്റ് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല. അതായത് ഇപ്പോൾ ഷെയർസ് ഒന്നും പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എല്ലാ കമ്പനീസും പബ്ലിക് കമ്പനി, അതാണ് താഴെ പറയുന്നത്. പ്രൈവറ്റ് കമ്പനീസ് അങ്ങനെ പെട്ടെന്നൊന്നും ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കുറേ റെസ്ട്രിക്ഷൻസ്. ദ ലിമിറ്റ് നമ്പർ ഓഫ് ദ മെമ്പേഴ്സ് 50. 50 ഒന്നല്ല, അത് മാറ്റിയിട്ടുണ്ട്. അതായത് അതിന്റെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയാം, അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവില്ലേ, അതായത് വാങ്ങാൻ പറ്റുന്ന ആൾക്കാരുടെ നമ്പർ ലിമിറ്റ് ചെയ്തിട്ട്. പ്രൊഹിബിറ്റ്സ് ഇൻവിറ്റേഷൻ ടു പബ്ലിക് സബ്സ്ക്രൈബ്. പബ്ലിക്കിനെ ഇതിന്റെ ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രൊഹിബിറ്റഡ് ആണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ മിനിമം പേയുടെ ക്യാപിറ്റൽ ഇതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ, അത് അത്ര കെയർ ചെയ്യേണ്ട ആവശ്യം. ഈ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം നമ്പേഴ്സ് ഓഫ് 7. 7 ആരൊക്കെയും എന്ത് ഒരു പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനിയാണ് ശരിക്കും നമ്മൾ എന്ത് കാണുന്ന റിയലൻസ്. നോ റെസ്ട്രിക്ഷൻ ടു മാനേജ്. എത്ര മെമ്പേഴ്സ് ആവാം, കോടിക്കണക്കിന് വേണമെങ്കിൽ മെമ്പേഴ്സ് ചെയ്യാൻ പറ്റും ഒരു കമ്പനിക്ക് വരും. അതായത് കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിച്ചിട്ട് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരാം. ഇറ്റ് ഇൻവൈറ്റ് പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഷെയർ. പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് പറഞ്ഞാൽ ആർക്കും എനിവൺ ക്യാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഷെയർ വാങ്ങാനും വിൽക്കാനും പറ്റും. ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് മേടിക്കണം, ഒരു പ്രശ്നം. ഇറ്റ്സ് ആഡ് ടു ലിമിറ്റഡ്. കമ്പനിയുടെ പേരൊക്കെ ഉണ്ട്. ഇപ്പൊ റിലയൻസ് ആണെങ്കിൽ ശരിക്കും റിലയൻസിന്റെ ഫുൾ പേര് റിലയൻസ് ലിമിറ്റഡ്, കല്യാൺ ജ്വല്ലേഴ്സ് ലിമിറ്റഡ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ടാറ്റ, എന്താ പറയുക, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ്, ടാറ്റ, അവിടെ പല ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ്. എന്താണെങ്കിലും എല്ലാത്തിനും കൂടെ ഫീസ് മിനിമം കാറ്റഗറൈസേഷൻ 5 lakhs ഒക്കെ മിനിമം ഉണ്ട്. 5 lakhs ഇതൊക്കെ ചേഞ്ചസ് ആണ്. പിന്നെ ഗവൺമെന്റ് കമ്പനീസ്. ഗവൺമെന്റ് കമ്പനീസ് പറഞ്ഞാൽ 51% ഷെയറിന്റെ 51% ഗവൺമെന്റോ ഒന്നല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടിയിട്ടൊക്കെയാണ് 51% ഓഫ് ദ ക്യാപിറ്റലിന്റെ 51% ഷെയർ ഹോൾഡ് ചെയ്യുന്നത് അവരാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗവൺമെന്റ് കമ്പനി. ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? ഫോറിൻ കമ്പനി ഇൻകോർപ്പറേറ്റ് അണ്ടർ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് പ്ലേസ് ഓഫ് ഇപ്പൊ ആമസോൺ എന്ന് പറയുന്ന ഒരു ഫോറിൻ കമ്പനി. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? ബിസിനസ്സിന് ഇന്ത്യയിൽ വന്ന് ഇൻകോർപ്പറേഷൻ ചെയ്തിട്ട് അവരെന്തെങ്കിലും ബിസിനസ്, അതൊരു പക്ഷെ ഫോറിൻ കമ്പനി. അത് രജിസ്റ്റർ ചെയ്തൊക്കെ എവിടെ ശരിക്കും? ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡി കമ്പനി. ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡി കമ്പനി പറഞ്ഞാൽ വിച്ച് കൺട്രോൾ അനദർ കമ്പനി. ഇപ്പൊ നോക്കടാ, ഇപ്പോ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ കുറെ ഷെയർസ് കൊടുക്കും. അങ്ങനെ ബി എന്ന് പറയുന്ന കമ്പനി, എ എന്ന് പറയുന്ന കമ്പനിയാണ് ബി പറയുന്ന കമ്പനിയുടെ ഇത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ബി എന്ന് പറയുന്ന കമ്പനി കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർസ് കൂടുതലും മേടിച്ചിട്ട് എ എന്ന് പറയുന്ന ബിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എനെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്നും നമ്മൾ ബിനെ നമ്മൾ സബ്സിഡിയറി കമ്പനി എന്നും പറയും. അതായത്
പാരന്റ് കമ്പനി ഇത് ഹോൾഡിംഗ് കമ്പനി ആരുടെ ഷെയർസ് ആണ് വാങ്ങിയത് നമ്മൾ സബ്സ്ക്രിപ്റ്റ് കമ്പനി. പിന്നെ ലിസ്റ്റഡ് കമ്പനിയാണ് ലിസ്റ്റഡ് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് നമ്മൾ ഈ കാണുന്ന ഈ സ്റ്റോക്കിലൊക്കെ വിൽക്കുന്നല്ലോ ഓക്കെ ലിസ്റ്റഡ് കമ്പനി. അൺലിസ്റ്റഡ് കമ്പനീസ് നമുക്ക് അറിയില്ല കൂടുതൽ കാരണം അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും പാർട്ണർഷിപ്പ് പോലെ ആയിരിക്കും ഈ അൺലിസ്റ്റഡ് കമ്പനി. പിന്നെ അത് തമ്മിലുള്ള ഡിഫറൻസ് അത് നമ്മൾ ജസ്റ്റ് നോക്കുന്നില്ല. 7 ആണോ ഇവിടെ 2 ആണോ കുറെ ഇത് എക്സാമിന് വരാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ. പിന്നെ ഷെയർസ് ആൻഡ് ഇറ്റ്സ് കൈൻഡ് എന്തൊക്കെ ടൈപ്പ് ഷെയർസ് ആണ്. ഫസ്റ്റ് ആണ് കൈൻഡ്സ് ഓഫ് ഷെയർ. പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഇക്വിറ്റി ഷെയർസ്. പ്രിഫറൻസ് പറഞ്ഞാൽ എന്താ പറയുക, പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് 2 തരത്തിൽ അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. ഒന്ന് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, പിന്നെ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. ഒന്ന് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ലോണ് പോലെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇപ്പൊ സപ്പോസ് 10% പ്രിഫറൻസ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണില്ല. അപ്പൊ ഈ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവർക്ക് ഈ 10% ഉണ്ടല്ലോ, ഇവർക്ക് ഈ 10% ഇപ്പോൾ 1000 നിങ്ങൾ 100 രൂപ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ 10% നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടും. 10% നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട്. അതായത് ഒരു ഡിവിഡൻഡ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോൾ പ്രിഫറൻസ് എന്താ, മുൻഗണന ഉണ്ടാവും. ഓക്കെ, മുൻഗണന ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പനി എന്ത് ചെയ്യുമ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ അവസാനം ചിലപ്പോൾ അസറ്റ് എല്ലാം ഇവിടെ തൂക്കി വിൽക്കുമ്പോഴും നിങ്ങൾക്ക് എന്തുണ്ടാവും, മുൻഗണന ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ദാറ്റ്സ് കോൾഡ് എന്താ പറയാ, പ്രിഫറൻസ്. അപ്പൊ ചോദിക്കും അതുപോലെ തന്നെ ഈ ഡിവിഡൻഡ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്, അതുപോലെ പ്രിഫറൻസ്. അപ്പൊ ചോദിക്കും എല്ലാവർക്കും എന്ത് ചെയ്താൽ പോരെ, പ്രിഫറൻസ് ഷെയർസ് എടുത്താൽ പോരെ. പക്ഷെ പ്രിഫറൻസ് ഷെയർസ് അല്ല, ഇക്വിറ്റി ഷെയർസ് ഓൾസോ. വേറെ ഒന്നുണ്ട്, ഇക്വിറ്റി ഷെയർസ്. കണ്ടോ, ഇക്വിറ്റി ഷെയർസ് ആണ് കറക്റ്റ് ശരിക്കും ഒരു ഓണർ ഓഫ് കമ്പനിയുടെ ഓണർ. അവർക്ക് എന്താണ് റിട്ടേൺ കൂടുതലായിരിക്കും. ബിസിനസ് നല്ല പ്രോഫിറ്റ് ആയിരിക്കും ലാഭം, ഇക്വിറ്റി ഷെയർസിന് നല്ല ലാഭം. കമ്പനി ലോസ് ആയാലും ആയിരിക്കും നഷ്ടം ഇക്വിറ്റി ഷെയർസിന്. ഷെയർസ് നഷ്ടമുണ്ട്, പക്ഷെ ഇക്വിറ്റി ഷെയർസിന്റെ അത്ര നഷ്ടം മനസ്സിലാവുന്നുണ്ട്. ഇനി അതായത് റിയൽ ഓണേഴ്സ് എന്ന് പറയുന്ന ഇക്വിറ്റി ഷെയർസ്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. എന്താണ് ഇക്വിറ്റി ഷെയർസിന്റെ പ്രത്യേകത? എന്താണ്, ഡിവിഡൻഡ് റേറ്റ് ക്യാൻ ചേഞ്ച് ഫ്രം ഇയർ ടു ഇയർ. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റിന്റെ മറ്റൊരു പേരാണ് ഡിവിഡൻഡ്. ഇത് ഓരോ വർഷം തോറും മാറാമെന്ന് പറയും. സോ അങ്ങനെ മാറാണ്ട് തന്നെ പ്രോഫിറ്റ് അതെന്താ, പ്രോഫിറ്റ് ചില കമ്പനിക്ക് നല്ല എന്തായാലും കൂടുതൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് പ്രോഫിറ്റ് കുറവായിരിക്കും ഓരോ വർഷത്തിൽ. പക്ഷെ പ്രിഫറൻസ് ഷെയർസിന് എപ്പോഴും ഒരു ഫിക്സഡ് പ്രോഫിറ്റ് കിട്ടുള്ളൂ, മനസ്സിലാവും, അതിന്റെ അപ്പുറം കിട്ടില്ല. അങ്ങനെയല്ല, ഒരു ഇൻട്രസ്റ്റ് കൊടുക്കില്ല നമ്മൾ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെയാണ് ആക്ച്വലി ഏകദേശം അതേപോലെയൊക്കെയാണ് പ്രിഫറൻസ് ഷെയർസ് ചെയ്യുന്നത്. പിന്നെ ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഷെയർസ്. In the event of the winding of the company, the repayment of the capital equity shareholders made at last. ലാസ്റ്റ് ആണ് എല്ലാവർക്കും പൈസ തിരിച്ചു കൊടുത്തതിന് ശേഷം ആർക്കും ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് ഓൾഡ് പ്രിഫറൻസ് ഷെയർസ് ഉള്ളതാണ് താല്പര്യം. ഇനി ജസ്റ്റ് ഒരു ഇല്ലുസ്ട്രേഷൻ കൂടെ നോക്കണം, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ അക്കൗണ്ട്സ് പഠിക്കാൻ പോവാ. സോ അതിന്റെ എൻട്രീസ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി. ലോക്ക് ലിമിറ്റഡ് ഇഷ്യൂസ് 1200 ഇതെന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. ഓക്കെ, 1200 12,000 ഷെയർസ് എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. എത്ര, ഒന്നിന് 10 രൂപ വെച്ചിട്ട് ഇഷ്യൂ ചെയ്തു. അതായത് അത്രയും ക്യാപിറ്റൽ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ എത്ര ഉണ്ടാവും ക്യാപിറ്റൽ, 1200 ഇൻറ്റു 10, അതായത് 1,20,000 ആണ് ക്യാപിറ്റൽ നമ്മൾ ഇഷ്യൂ ചെയ്തു. എമൗണ്ട് പോയപ്പോൾ ഷെയർസ് വാസ് ഓൺ അപ്ലിക്കേഷൻ. ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് നോക്കടാ, നിങ്ങൾ ഇപ്പൊ ഇതിനെ വെച്ചാൽ IPO എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേൾക്കും കേട്ടോ. ഓക്കെ, ജനറൽ എൻട്രീസ് നോക്കാം. ഇത് നോക്കാം കേട്ടോ. ബിക്കോസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വലിയൊരു മിസ്റ്റേക്ക് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു. ജസ്റ്റ് നോക്കിയിട്ട് നോക്കാം.
എന്തായാലും അടുത്തൊരു തിയറി സബ്ജക്റ്റിലൂടെ തിയറി കഴിഞ്ഞിട്ട് നമുക്ക് ഷെയർ ക്യാപിറ്റൽ മീനിങ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ്. ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ്? ഇവിടെ പല ടൈപ്പ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ സാധാരണ ഒരു ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ തിയറി കണ്ടിട്ട്. പക്ഷെ കമ്പനിയിലോട്ട് വരുമ്പോൾ പലതരം കമ്പനി. ഫസ്റ്റ് ആണ് നോമിനൽ ഓർ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, അതായത് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം. ഇപ്പോൾ നോക്കടാ, സപ്പോസ് ഞാനൊരു കമ്പനി തുടങ്ങണം എന്ന് വിചാരിച്ചു, മാക്സിമം എമൗണ്ട് കമ്പനിക്ക് ക്യാപിറ്റൽ എത്ര പറ്റും? ഇപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞു 100 കോടിയാണ് ഉണ്ട് കമ്പനിയുടെ മാക്സിമം. അതായത് ഭാവിയിലൊക്കെ ഇഷ്യൂ ആണെങ്കിൽ എത്ര ഇതിന്റെ മുകളിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല? 100 കോടിയുടെ മുകളിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല ക്യാപിറ്റൽ. സോ അപ്പം അവിടെ ലിമിറ്റ് 200. അതിനാണ് ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ. പിന്നെ ഇഷ്യൂഡ് ഈ 1000 കോടി തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് അതിൽ ഒരു 50 കോടി മാത്രം, അല്ല 100 കോടി മതി, 50 കോടി മാത്രം ഇഷ്യൂ ചെയ്യാം, അതിന്റെ ഷെയർസ് മാത്രം ഇഷ്യൂ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഇഷ്യൂ ചെയ്തത് പബ്ലിക്കിലോട്ട്? ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇനി ആൾക്കാർ വാങ്ങിയത് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഷെയർസ് ഒക്കെ നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്നത്, അത് ആർക്കും മേടിക്കാം. ഇത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് എടുക്കുന്നത്, അപ്പൊ ആൾക്കാർ വന്ന് അങ്ങനെ മേടിക്കും. അപ്പൊ ആർക്കാണ് മേടിച്ചത്? അതിന് നമ്മൾ എന്താ പറയും? സബ്സ്ക്രൈബർ. എത്ര? 50 കോടി മേടിച്ചെന്ന് വിചാരിച്ച് സബ്സ്ക്രൈബർ ക്യാപിറ്റൽ. ഓക്കെ, ഇനി അതുപോലെ തന്നെ കാൾഡപ്പ്. ചിലപ്പോൾ നമ്മൾ നോക്കടാ, ഇപ്പൊ ചിലപ്പോൾ ഈ 10 രൂപയാണല്ലോ കൊടുക്കേണ്ടത്. 10 രൂപയാണ് എന്ത് ചെയ്യേണ്ടത്? ഷെയറിന് കൊടുക്കും. ചിലപ്പോൾ ഒറ്റയടിക്കൽ മേടിക്കും. ആദ്യം 2 രൂപ മേടിക്കും, പിന്നെ ഒരു 3 രൂപ മേടിക്കും, പിന്നെ ഒരു 5 രൂപ മേടിക്കും. അതുകൊണ്ട് 3 തവണയായിട്ട് മേടിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഈ 2 രൂപ തരാൻ പറയും, അതിന് നമ്മൾ എന്ത് പറയും? കാൾഡപ്പ്. ചിലപ്പോൾ ഈ 5 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ 5 രൂപ മാത്രമേ മേടിച്ചിട്ടുള്ളെങ്കിൽ അതിനെ കാൾഡപ്പ് എന്ന് പറയും. കാൾഡപ്പ് ബാക്കി ഉള്ള ഈ 5 രൂപനെ നമ്മൾ അൺകാൾഡപ്പ്. ഓക്കെ, അൺകാൾഡപ്പ്. പിന്നെ നോക്കണം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ എത്ര രൂപ പേ ചെയ്തു, എത്ര ക്യാപിറ്റൽ എത്ര വിളിച്ചിട്ട് എത്ര രൂപ പേ ചെയ്തു, കൊടുക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ എത്ര രൂപയാണ് പൈസ കൊടുത്തിട്ട് അതിന് പെയ്ഡ് അപ്പ്. പിന്നെ അൺപെയ്ഡ് ക്യാപിറ്റൽ. അൺപെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1 രൂപ കൊടുക്കാത്ത ആൾക്കാരെ അൺപെയ്ഡ് ക്യാപിറ്റൽ. ഇനി അടുത്താണ് റിസർവ് ക്യാപിറ്റൽ. എന്താ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? കമ്പനി മേക്ക് സം പാർട്ട് ഓഫ് ഷെയർ അൺകോൾഡ് ആൻഡ് കീപ് ഇൻ റിസർവ് ബി കാൾഡ് ഓൺലി ഇൻ കേസ് ഓഫ് നീഡ് ഓഫ് ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. ഇനി നോക്കണ, ഇപ്പൊ നോക്കാണ് കുറച്ച് ഇത് വിളിക്കാതെ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യാം? വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ആണെങ്കിൽ അത് എന്ത് ചെയ്യാം? വിളിക്കാതെ റിസർവ് ചെയ്തത് വേണമെങ്കിൽ വിളിക്കാം എന്നാണ് പറയുന്നത്. റിസർവ് ക്യാപിറ്റൽ. സോ ആ ഒരു ടോപ്പിക് മനസ്സിലായോ? അപ്പോൾ പല പല ഷെയർസ് ക്യാപിറ്റൽ ഉണ്ട്, അതിന്റെ ടൈപ്പ്. ഒരു ഓതറൈസ്ഡ് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മൾ തന്നെ ഇതൊക്കെ ഫൈൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഓതറൈസ്ഡ് എത്രയാണെന്നുള്ളത് നമ്മൾ കമ്പനി രജിസ്ട്രേഷൻ എഴുതി നമ്മൾ ഓതറൈസ്ഡ് എടുത്താണ്. ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ പബ്ലിക്കിന് എത്ര ഇഷ്യൂ ചെയ്തു അതിന് ഇഷ്യൂഡ്. സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞാൽ ആൾക്കാർ എത്ര സബ്സ്ക്രൈബ് ചെയ്തു പറഞ്ഞാൽ അവർ മേടിച്ചു പറഞ്ഞാൽ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തു. സബ്സ്ക്രൈബ്. കാൾഡപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചത് എന്ന് പറഞ്ഞാൽ പല പല ഘട്ടങ്ങളിലായിട്ടാണ് ഷെയർ കൊടുക്കുന്നത്. സോ അതിന് പറയുന്ന കാൾഡപ്പ്. പിന്നെ അൺകാൾഡപ്പ്. അൺകാൾഡപ്പ് പറഞ്ഞാൽ വിളിക്കാത്ത എമൗണ്ട്. ഞാൻ പറഞ്ഞില്ല 10 രൂപയാണെങ്കിലും നമ്മളത് പല പല ഘട്ടങ്ങളിലെ ആൾക്കാരെങ്കിലും വരും. ആദ്യം 2 രൂപ മേടിക്കും, പിന്നെ 3 രൂപ മേടിക്കും, പിന്നെ 5 രൂപ. ഇപ്പൊ 2 രൂപ വേണമെന്ന് കമ്പനി പറയുമ്പോൾ എല്ലാവരും 2 രൂപ, 3 രൂപ വേണമെന്ന് പറയുമ്പോൾ എല്ലാവരും 3 രൂപ. ഓക്കെ, അപ്പൊ അങ്ങനെ കോൾ ചെയ്യാം. സോ അതിന് പൈസ കോൾ ചെയ്ത എമൗണ്ടിന് നമ്മൾ കോൾഡപ്പ് ക്യാപിറ്റലിനും കോൾ ചെയ്യാത്ത എമൗണ്ടിന് നമ്മൾ അൺകോൾഡപ്പ് ക്യാപിറ്റൽ. ഇനി ആൾക്കാരെ കോൾ ചെയ്തു പക്ഷെ പേ ചെയ്തില്ല, പേ ചെയ്തിട്ടുണ്ടാവും, പേ ചെയ്യാതെ. പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനും, പേ ചെയ്യാത്തതാണെങ്കിൽ അൺപെയ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇനി പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ഷെയർസ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർസ് പ്രൈവറ്റ് ആയിട്ട് ഇപ്പൊ പബ്ലിക് ഷെയർസിന് ആർക്കും മേടിക്കാം, എങ്ങനെയും നമുക്കത് വിൽക്കണം. പ്രൈവറ്റ് ഷെയർസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് അതിന് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ് ചെയ്യുക. ഓക്കെ, അതായത് പ്രൈവറ്റ്ലി അത് അതിന് ചില ക്യാമ്പയിൻസ് ഒക്കെ നടത്തിയിട്ട് അങ്ങനെ ഷെയർസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അലോട്ട്മെന്റ് ഒക്കെ സെലക്ടഡ് പേഴ്സൺസിന് മാത്രമായിട്ട് വിൽക്കാൻ പറ്റും. ഓക്കെ, പൈസക്കാരൊക്കെ വിളിച്ചിട്ട് പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ അങ്ങനെ ചെയ്യുക, മനസ്സിലാവും. അല്ലാതെ പബ്ലിക്കിന് വിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് പറയുന്ന കമ്പനി പ്രിപ്പയർഡ് ടു പ്രോസ്പെക്ട് ഓൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോസ്പെക്ടസ്. ഈ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി എന്തിനെ കുറിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ വാങ്ങാൻ പോണവർക്ക് ഒരു ഐഡിയ വേണ്ടടാ. ഓക്കെ, അപ്പൊ അതിനെ പറയുന്ന പ്രോസ്പെക്ടസ്. ഇവിടെ വാങ്ങാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നമുക്ക് പ്രോസ്പെക്ടസ് തരും. ആ പ്രോസ്പെക്ടസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കമ്പനി എന്തിനെ കുറിച്ചാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അതിനെ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. പിന്നെ ഇഷ്യൂ ഓഫ് ഷെയർസ് ടു പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സിന് എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യാൻ പറ്റും.
സോ ഇനി കുറച്ച് ജേണൽ എൻട്രീസ് കൂടി എനിക്ക് തോന്നുന്നതിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സോ ആ ജേണൽ എൻട്രീസ് കൂടി നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ്, അത് നമുക്ക് ഇല്ലസ്ട്രേഷൻ 1 വരാം. സോ അതോടെ ഞാൻ ആൾറെഡി പറഞ്ഞത് TMA പോർഷൻ ആണ്, പക്ഷേ എങ്കിൽ കൂടെ ഇതിൻ്റെ ഒരു ചെറിയ ബേസിക് ഐഡിയ എങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററുകൾ ബുദ്ധിമുട്ടായിരിക്കും. ഇല്ലസ്ട്രേഷൻ 1 നോക്കണം, കാരണം ഇല്ലസ്ട്രേഷൻ 1 എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ബേസിക് ഡിസ്കസ് ചെയ്ത്. ഇല്ലസ്ട്രേഷൻ 1 ഇല്ലസ്ട്രേഷൻസ് കുറച്ച് ഒരു ബേസിക് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരു ടോപ്പിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ സെയിമാണ്. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് പറയുന്നത് ഈ ഷെയർസ് ആണ്. പല ടൈപ്പ് ഷെയർസ് ഒക്കെ നമ്മൾ പഠിച്ചു, ഓതറൈസ് ഇതൊക്കെ പറഞ്ഞു. ജസ്റ്റ് അതിൻ്റെ പേരൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓക്കെ, താങ്കൾ ചോദിക്കില്ല എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ പാട്ട്. ഇപ്പോൾ നോക്കിക്കോ, അപ്പോൾ ഈ ഷെയർസ് ഒക്കെ ഇപ്പോൾ 10 രൂപയുടെ ഷെയർസ് സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. 10 രൂപയുടെ ഷെയർസ് ഒറ്റയടിക്കാണ് 10 രൂപ മേടിക്കല്ലെങ്കിൽ ഘട്ടമായിട്ടാണ് വിളിക്കുക. ആദ്യം നമ്മൾ ചിലപ്പോൾ 2 രൂപ എല്ലാവരോടും കൊണ്ടുവരാം. അപ്പോൾ എല്ലാവരും കമ്പനിയുടെ അക്കൗണ്ടിലോട്ട് 2 രൂപ എത്ര ഷെയർസ് ഉള്ളത്, സപ്പോസ് 1000 ഷെയർസ് ഉണ്ടെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ഈ 1000 ആൾക്കാർ 2 രൂപ ഇട്ട് കഴിഞ്ഞാൽ എത്ര വരും കമ്പനിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കമ്പനിക്ക് പോകുമ്പോൾ കുറച്ച് എന്ത് പോകണം, 3 രൂപ വിളിക്കാം. അങ്ങനെ 3 രൂപ വിളിക്കും, അപ്പോൾ എത്ര രൂപ വരും, 3000 രൂപ. പിന്നെ ലാസ്റ്റ് 5 രൂപ വിളിക്കും, 5000 രൂപ. അങ്ങനെ 10000 രൂപ ഫുൾ ക്യാപിറ്റൽ വരും. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നോക്കിക്കോ, ഇവിടെ 10 രൂപ ചെയ്തു കണ്ടോ. ദ എമൗണ്ട് പേബിൾ ഓൺ ഷെയർസ് ഓഫ് ഫസ്റ്റ് വിളിക്കുന്ന എമൗണ്ട് ഉണ്ടാവല്ലോ, ഫസ്റ്റ് കമ്പനിയുടെ ഷെയർസിന് ഇത്ര രൂപമാണെന്ന് പറയുന്നത്, അതിനാണ് പറയുക അപ്ലിക്കേഷൻ മണി. ഇവിടെ ഷെയർസ് എന്ന് പറഞ്ഞാൽ ഷെയർസിന്റെ ഇത് നമ്മൾ ഘട്ടമായിട്ടാണ് വിളിക്കുക, അതായത് ക്യാപിറ്റൽ വിളിക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമുക്ക് വിളിക്കുന്ന പൈസനെ പറയുന്ന പേരാണ് ഷെയർ അപ്ലിക്കേഷൻ മണി. രണ്ടാമത്തതിനെ വിളിക്കുന്നതാണ് അലോട്ട്മെന്റ് മണി. ഇതൊന്നാണ് അലോട്ട്മെന്റ്, ഇവിടെ പറയുന്നുണ്ട് അലോട്ട്മെന്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിളിക്കുന്നത് ഷെയർ അപ്ലിക്കേഷൻ, പിന്നെ വിളിക്കുന്നത് ഷെയർ അലോട്ട്മെന്റ്, പിന്നെ ഷെയർ ഫസ്റ്റ് കോൾ, പിന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ സെക്കൻഡ് കോൾ, പിന്നെ ഉണ്ടെങ്കിൽ ഷെയർ ഫൈനൽ കോൾ, ലാസ്റ്റ് വിളിക്കുന്നത് ഷെയർ ഫൈനൽ കോൾ. ഇത് ഘട്ടമായിട്ട് വരും. ഓക്കെ, ജേണൽ പാസ് ചെയ്യാനാണ്. സോ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കാരണം ഇഷ്യൂ ഓഫ് സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ജസ്റ്റ് തിയറി പാർട്ട് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് അത് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു യൂണിറ്റ് ആണ് നമുക്ക് കമ്പനിയുടെ, ഇനി വരുന്ന 2-3 യൂണിറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ അടുത്തൊരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ ഇതിന്റെ ജേണൽസ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് അടുത്തൊരു ഇതിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഇഷ്യൂ ഓഫ് ഷെയർസ്, നമ്മുടെ എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്, എങ്ങനെയാണ് അത് ലംസ് അമൗണ്ട് ചെയ്യുന്നത്, അതിന്റെ ജേണൽ പ്രീമിയം ഡിസ്കൗണ്ട് റെക്കോർഡ്, എങ്ങനെയാണ് അതിന്റെ ജേണൽസ് റെക്കോർഡ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയുള്ളതിന്റെ വിശദമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ സോ നമുക്കത് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല, ഇഷ്യൂ ഓഫ് ഷെയർസ് നമുക്ക് പഠിച്ചാൽ മതി. അപ്പോൾ ഇതാണ് എന്ത് കമ്പനി അക്കൗണ്ട്, അതായത് ഫസ്റ്റ് കമ്പനിയാണ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ കമ്പനി എന്താണെന്ന് മനസ്സിലാവുന്നത്, എന്തിനാണ് കമ്പനി ചെയ്യാന്ന് മനസ്സിലാവുന്നത്, എത്ര ടൈപ്പ് ഓഫ് ഷെയർസ് ഉണ്ടെന്ന് മനസ്സിലാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് TMA സെക്ഷൻ ആണ്. നമുക്ക് ഇതിൻ്റെ എന്തുണ്ട് എക്സാമിനുള്ള പോർഷൻസ് ഉണ്ട്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് കേട്ട് പോയാൽ മതി, ഇതിൻ്റെ ആവശ്യം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ.